തവനൂരിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചതിന് ശേഷം അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് അദ്ദേഹത്തോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. തവനൂരിൽ UDFൻ്റെ വിജയത്തിന് സ്ഥാനാർത്ഥിയായി കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജം പകർന്നത് പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ഞാൻ സ്ഥാനാർത്ഥിയായി തവനൂരിലേക്ക് തിരിക്കും മുമ്പ് ആദ്യം അനുഗ്രഹം തേടി വന്നത് പാണക്കാട് തറവാട്ടിലായിരുന്നു. എനിക്ക് കെട്ടിവെക്കാനുള്ള കാശ് ഞാൻ ഏറ്റുവാങ്ങിയത് പ്രിയപ്പെട്ട തങ്ങളുടെ കൈകളിൽ നിന്നാണ്. എല്ലാ തരത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മലപ്പുറത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു യോഗത്തിൽ പറഞ്ഞത് മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി 27 സീറ്റിലല്ല 28 സീറ്റിലാണ് മത്സരിക്കുന്നത്. 28ാമത്തെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അത് തവനൂരിൽ VS ജോയി ആണെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് എന്നെ അനുഗ്രഹിച്ച് തവനൂരിലേക്ക് പറഞ്ഞയച്ച് എൻ്റെ വിജയത്തിന് ആവശ്യം വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയത് പ്രിയപ്പെട്ട തങ്ങളാണ്. തീർച്ചയായും വിജയിക്കാൻ കഴിഞ്ഞു. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റിയൽ മലപ്പുറം സ്റ്റോറിയാണ് തവനൂരിലെ വിജയം. മതത്തിൻ്റെ പേരിൽ മലപ്പുറത്തിൻ്റെ മതേതര മനസ്സിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് വ്യാജ സ്റ്റോറികൾ, ഫേക്ക് സ്റ്റോറികൾ മലപ്പുറത്തിനെതിരായിക്കൊണ്ട് പ്രചരിപ്പിക്കാൻ പല ഭാഗത്തു നിന്ന് ആസൂത്രിതമായ ശ്രമം നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ദൗർഭാഗ്യവശാൽ മലപ്പുറം വിരുദ്ധ പരാമർശത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയമുണ്ടാക്കിയപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മലപ്പുറത്ത് വിജയിച്ചു വരുന്ന ആളുകളുടെ മതം തിരിഞ്ഞ് അതിൻ്റെ കണക്കെടുക്കാനുള്ള ശ്രമം സജി ചെറിയാനെ പോലെയുള്ള ആളുകൾ നടത്തിയിരുന്നു. അങ്ങനെ മലപ്പുറത്തിനെതിരായിക്കൊണ്ട് വരുന്ന എല്ലാ പ്രചരണങ്ങളും ആ പ്രചരണങ്ങൾക്കുള്ള ഏറ്റവും മനോഹരമായ മറുപടിയാണ്. മലപ്പുറം മതേതരത്വത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ്. മറ്റ് പ്രദേശങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദവും പാരസ്പര്യവും നിലനിൽക്കുന്ന ഒരു മണ്ണാണ് മലപ്പുറത്തിൻ്റെ മണ്ണ്. ആളുകളുടെ മതവും ജാതിയും ഒന്നുമല്ല ഇവിടെ എണ്ണപ്പെടുന്നത്, മറിച്ച് മനുഷ്യൻ്റെ മഹത്വമാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയൊരു വിജയമാണ് മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയൊരു റിയൽ മലപ്പുറം സ്റ്റോറിയായി വിജയിച്ച് ആ അഭിമാനത്തോടു കൂടി ഒരിക്കൽ കൂടി പാണക്കാട് തറവാടിൻ്റെ പടി കടന്നു വരുമ്പോൾ അഭിമാനമുണ്ട്. മലപ്പുറത്ത് ഈ പാണക്കാട് തറവാട് കേരളത്തിൻ്റെ മതേതര കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഊർജ്ജ സ്രോതസ്സാണ്. തീർച്ചയായും അവിടേക്ക് കടന്നു വന്ന് പ്രിയപ്പെട്ട തങ്ങളോട് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് എത്തിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.